Hello my dear students, welcome back to Corporate Regulations. 56ാമത്തെ സെഷനാണ്. നമ്മൾ കഴിഞ്ഞ 55ാമത്തെ സെഷനിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSRനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ 55ാമത്തെ സെഷനിൽ ഈ CSRൻ്റെ കമ്മിറ്റി ഫോർമേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. ആ കമ്മിറ്റിയുടെ ഫങ്ഷൻസ് ആണ് നമ്മളുടെ ഈ ഒരു സെഷൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പം നമ്മളുടെ ഓർഗനൈസേഷൻസിന് ഈ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോം ചെയ്യാനുള്ള കമ്മിറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ത്വരിതപ്പെടുത്താനും അതിനെ വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പറയുന്ന CSR കമ്മിറ്റി നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പോളിസീസ് റെക്കമെൻഡ് ചെയ്യുന്നു. നമ്മുടെ കമ്പനിക്ക് ഇന്ന രീതിയിൽ CSR പോളിസീസ് വേണം എന്ന് റെക്കമെൻഡ് ചെയ്യുന്നു. എന്നിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും അവർ ഫോം ചെയ്ത് അത് നമ്മളുടെ കമ്പനി ആക്ട് 2013 ഷെഡ്യൂൾ 7 പ്രകാരമാണ് അത് അവരെന്ത് ചെയ്യുന്നത്, സ്പെസിഫൈ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. അപ്പം അത് നമ്മളുടെ CSR കമ്മിറ്റിയുടെ ഒരു ഫങ്ഷനാണ്. പിന്നത്തെ ഒരു ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന CSR പോളിസി അനുസരിച്ചുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് എത്ര എമൗണ്ടാണ് നമുക്ക് എക്സ്പെൻഡിച്ചർ വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ നമ്മളുടെ CSR കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നു. അതുകൂടാതെ നമ്മുടെ കമ്മിറ്റി CSR പോളിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ടൈം ടു ടൈം മോണിറ്റർ ചെയ്ത് അത് ശരിയായ രീതിയിൽ തന്നെയാണോ ആക്ടിവിറ്റീസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നോക്കുന്നതും CSR കമ്മിറ്റിയുടെ ഫങ്ഷനാണ്. അപ്പം നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇത്തരത്തിൽ നമ്മുടെ CSR കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ അവർ അപ്രൂവ് ചെയ്ത് അത് നമ്മുടെ കമ്പനിയിൽ ഈ പറയുന്ന റിപ്പോർട്ടുകളിൽ ഡിസ്ക്ലോസ് ചെയ്ത് അത് നമ്മുടെ കമ്പനിയിലെ വെബ്സൈറ്റിലും പ്രിസ്ക്രൈബ് മാനറിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ ഈ പറയുന്ന CSR കമ്മിറ്റീസ് അവർ നമ്മുടെ കമ്പനിയുടേതായിട്ടുള്ള CSR പോളിസീസ് ഫോം ചെയ്യുകയും അതിൻ്റെ ആക്ടിവിറ്റീസ് അതിനനുസരിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെ ആക്ടിവിറ്റീസാണ് CSRൻ്റെ കീഴിൽ വരുന്നത് എന്ന് നോക്കാം. അതിൽ നമുക്ക് നമ്മുടെ CSRൽ വരുന്ന മെയിൻ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം വരുന്ന ഒരു ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇറാഡിക്കേഷൻ ഓഫ് ഹങ്കർ, വിശപ്പ് ഇല്ലാതാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങളിൽ ഇവരും ഈ കമ്പനിയും കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ പോവർട്ടി ഇല്ലാതാക്കുന്ന കാര്യങ്ങളിൽ ഇവരും ഇൻവോൾവ് ആവുക. അതുപോലെ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, ജെൻഡർ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, വിമൻ എംപവർമെൻറ്റ്, പിന്നെ ചൈൽഡ് മോർട്ടാലിറ്റി റിഡക്ഷൻ, അതായത് ഈ ശിശുമരണം കുറയ്ക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ, പിന്നെ ഇംപ്രൂവിങ് മെറ്റേണൽ ഹെൽത്ത്, നമ്മളുടെ ഈ പറയുന്ന അമ്മമാരുടെ അല്ലേ ഗർഭസ്ഥമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസവിക്കുന്ന അമ്മമാരുടെ ആ ഒരു മെറ്റേണൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള സംവിധാനങ്ങളിൽ, അതുപോലെ തന്നെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസുകളെ പ്രതിരോധിക്കാനായിട്ട് നമ്മളുടെ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോംസ് അത് വരുന്നത് തടയാനുള്ള സംവിധാനങ്ങൾ, മലേറിയ അതുപോലെയുള്ള പകർച്ചവ്യാധികൾ തടയാനുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയ്മെൻറ്റിൽ വൊക്കേഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ സോഷ്യൽ ബിസിനസ് പ്രോജക്ട്സ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ CSRൻ്റെ ആക്ടിവിറ്റീസ് വരുന്നത്. പിന്നെ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നാഷണൽ റിലീഫ് ഫണ്ടിലേക്ക് ഇവർ ഫണ്ട് കൊടുക്കുക, സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതെങ്കിലും സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകളിൽ ഇവർ കോൺട്രിബ്യൂഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ മറ്റുള്ള ബാക്ക്വേർഡ് ക്ലാസ്സസ്, മൈനോറിറ്റി, വിമൻ, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ അതിൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ CSR ആക്ടിവിറ്റീസായിട്ട് വരുന്നത്. അത്
എപ്പോഴും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് CSR ചെയ്യുമ്പം CSR ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ കമ്പനിയുടെ ലോക്കൽ ഏരിയയിലും ആ കമ്പനിയുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾക്കാണ്. ആ കമ്പനിയുടെ ലോക്കൽ ഏരിയയിലും കമ്പനിയുടെ ചുറ്റുപാടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം മാത്രമേ പുറത്തേക്ക് പോകാവൂ. അതാണ് CSRൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ഒരു പ്രത്യേകത. ഓരോ കമ്പനിയും അതിൻ്റെ CSR ആക്ടിവിറ്റീസിന് റിലേറ്റഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും റിപ്പോർട്ടാക്കിയിട്ട് അത് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ ആനുവൽ റിപ്പോർട്ടിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ ഈ CSR ആക്ടിവിറ്റീസ് അതിന് പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഫോമാറ്റ് ഉണ്ട്. ആ ഫോമാറ്റിൽ തന്നെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ റിപ്പോർട്ടിൽ കാണിക്കേണ്ടതും. ഓക്കെ. പിന്നെ ഈ പറയുന്ന നമ്മൾ CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് CSR കമ്മിറ്റി ഉണ്ട് പറഞ്ഞു. പിന്നെ നമ്മൾ CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 3 അടുപ്പിച്ച ഫിനാൻഷ്യൽ ഇയറിലെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് അതിൻ്റെ ഒരു ശതമാനം, ഇത്ര ശതമാനം നിശ്ചയിച്ചിട്ടാണ് നമ്മൾ CSR ആക്ടിവിറ്റിയുടെ എക്സ്പെൻഡിച്ചേഴ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇപ്പോൾ സപ്പോസ് ഈ പറയുന്ന CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഇത്ര ശതമാനം, അത് ഇത്ര എമൗണ്ട് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്തിട്ട് അത് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ റീസൺ നമ്മുടെ ബോർഡ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ. അതാണ് വേറൊരു കാര്യം. ഇനി നമ്മളുടെ കമ്പനി ആക്ട് 2019 ഈ പറയുന്ന CSR ആക്ടിവിറ്റിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് അമെൻമെൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ അമെൻമെൻറ്റ്സിൽ ആദ്യം പറയുന്ന ഒരു അമെൻമെൻറ്റ് ഭേദഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു CSR ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അടുപ്പിച്ച 3 ഫിനാൻഷ്യൽ ഇയറിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ ഒരു ശതമാനമാണ്, അതിൻ്റെ ഒരു പ്രത്യേക ശതമാനം, 10% അല്ലെങ്കിൽ 15%, ആ രീതിയിലാണ് നമ്മൾ CSR ആക്ടിവിറ്റീസിൻ്റെ എക്സ്പെൻഡിച്ചർ ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. സപ്പോസ് ഇപ്പോൾ ഈ പറയുന്ന കമ്പനിക്ക് അങ്ങനെ അടുപ്പിച്ച് 3 വർഷം എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് എത്ര വർഷം, ഇപ്പോൾ 2 വർഷമാണെങ്കിൽ 2 വർഷത്തിൻ്റെ ആവറേജ് എടുക്കാം. അതാണ് ഒരു അമെൻമെൻറ്റ്, ഒരു ഭേദഗതി വന്നത്. രണ്ടാമതൊരു ഭേദഗതി വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പറയുന്ന കമ്പനീസ് ഈ CSRന് വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ എമൗണ്ട് അവർ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ, ആ സ്പെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു ടൈം ഉണ്ടല്ലോ, 3 years അല്ലേ. 3 yearsൻ്റെ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിൻ്റെ ശതമാനമാണല്ലോ എടുക്കുന്നത്. അപ്പം ആ 3 ഫിനാൻഷ്യൽ ഇയേഴ്സിൽ അവർക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് കഴിഞ്ഞിട്ട് 30 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ അക്കൗണ്ട്, ഒരു ഷെഡ്യൂൾ ബാങ്കിൽ ഫോം ചെയ്യണം കമ്പനി. ആ അക്കൗണ്ടിൻ്റെ പേര് അൺസ്പെൻഡ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ട് എന്നായിരിക്കും. ആ അക്കൗണ്ടിലേക്ക് ഈ അൺസ്പെൻഡ് ആയിട്ടുള്ള CSR ആക്ടിവിറ്റിയുടെ എമൗണ്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് ഇനി അടുത്ത് വരുന്ന 3 ഫിനാൻഷ്യൽ ഇയറിലേക്ക് അവർ എന്ത് ചെയ്യണം, അത് സ്പെൻഡ് ചെയ്യാനുള്ള ബാധ്യത അവർക്കുണ്ടാവും. അപ്പോൾ അവർ അടുത്ത് വരുന്ന 3 വർഷത്തിനുള്ളിൽ അത് സ്പെൻഡ് ചെയ്യണം. ഇനി ആ അടുത്ത് വരുന്ന 3 വർഷവും അവർക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നെങ്കിൽ ആ 3 വർഷം കഴിഞ്ഞ് 30 ദിവസം കഴിയുമ്പോഴേക്കും ആ ഫണ്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കമ്പനി ഷെഡ്യൂൾ 7 പറയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആ ഫണ്ട് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തെങ്കിലും എക്കണോമിക്കൽ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഫണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും ഈ പറയുന്ന 3rd ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിലാണ് അങ്ങനെ ചെയ്യേണ്ടത്. അതും ഒരു അമെൻമെൻറ്റ് നമ്മൾ 2019 കമ്പനി ആക്ടിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമ്മളുടെ CSR ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് റെസ്പോൺസിബിളായിട്ടുള്ള എല്ലാ ഓഫീസേഴ്സിനും അതിനുള്ള പീനൽ പ്രൊവിഷൻസ് ഉണ്ട്, പണിഷബിളായിട്ടുള്ള പീനൽ പ്രൊവിഷൻസ് ഉണ്ട്. അവർക്ക് ഈ പറയുന്ന പോലെ ഫൈൻ ഫ്രം 50,000 to 25 lakhs വരെ ഫൈൻ വരാം. ഇംപ്രിസൺമെൻറ്റ് എക്സ്റ്റെൻഡ് ടു 3 years വരാം. പിന്നെ ഇംപ്രിസൺമെൻറ്റിൻ്റെ കൂടെ തന്നെ അവർക്ക് ഫൈൻ അടയ്ക്കേണ്ട സാഹചര്യങ്ങൾ 50,000 to 5 lakhs വരെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പീനൽ പ്രൊവിഷൻസ് വരുന്നത്. പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പലപ്പോഴും കമ്പനീസിന് സ്പെഷ്യൽ ഡയറക്ഷൻസ്, പ്രത്യേകിച്ചും ഈ പറയുന്ന
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ട് അതിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ച് പറയാറുണ്ട്. അത് അങ്ങനത്തെ ഡയറക്ഷൻസ് ഇപ്പോൾ കമ്പനി ആവശ്യപ്പെടുകയാണെങ്കിലും ആവശ്യപ്പെട്ടില്ലെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ സിബിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992. നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സിബി ഫോം ചെയ്തത് 1988 ചിലപ്പോൾ ഇതൊക്കെ വൺ വേർഡൊക്കെ ചോദിക്കാം. 1988 സിബി ഫോം ചെയ്തത്. ഇത് മെയിനായിട്ടും നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ്. പ്രത്യേകിച്ചും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് വളരെ ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് ഇത് ഫോം ചെയ്തത്. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ സിബിക്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് കൺട്രോള് ഈ പറയുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ട്രാൻസാക്ഷൻസിൽ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒബ്സർവ് ചെയ്യാമെന്ന് മാത്രമേ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് നമുക്ക് 1992 സിബിക്ക് കുറേ ലീഗൽ സ്റ്റാറ്റസ് ഗ്രാൻഡ് ചെയ്ത് കിട്ടിയത്. അപ്പോൾ അതോടുകൂടി സിബി കുറേ കൂടി ശക്തമാവുകയും നമുക്ക് നമ്മളുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറച്ചുകൂടി ലീഗലായിട്ട് ത്വരിതപ്പെടുത്തി അതിനെ ഹെൽത്തി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സിബിക്ക് സാധിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ സിബി ഫോം ചെയ്യാൻ പോയത്? അതിൻ്റെ റീസൺ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന സെക്യൂരിറ്റി മാർക്കറ്റിൽ ഒരുപാട് മാനിപ്പുലേഷൻസ് ഈ പറയുന്ന സെക്യൂരിറ്റി പ്രൈസസിൽ വന്നിരുന്നു. പല കമ്പനീസും അവരുടെ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഷെയർസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസുകൾ അവരുടേതായിട്ടുള്ള രീതിയിൽ വല്ലാതെ കൂട്ടുന്ന ഒരു പ്രവണത കാണുന്നുണ്ടായിരുന്നു. അത് ആ സെക്യൂരിറ്റീസ് ആക്ച്വലി ഇഷ്യൂ ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് തന്നെ അത് കൂട്ടുന്ന ഒരു പ്രവണത അതുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. അതിനാണ് സിബി ഫോം ചെയ്തത്. അപ്പോൾ സിബി വന്നതോട് കൂടിയിട്ട് അങ്ങനെ കമ്പനിക്ക് തോന്നിയ പോലെ അവരുടെ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് കൂട്ടാനുള്ള നിർവാഹം ഇല്ലാതായി. അത് പ്രോപ്പറായിട്ട് കൂട്ടാനുള്ള നിർവാഹമേ ഉള്ളൂ. പിന്നെ പ്രൈസ് റിഗ്ഗിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവോൾവ് ആവുന്ന ആൾക്കാർ ഇൻറ്റേർണലി തന്നെ, അതായത് ഇപ്പോൾ ഏജൻറ്റ്സ് ഉണ്ടാവാം, ബ്രോക്കേഴ്സ് ഉണ്ടാവാം, ഇവരൊക്കെയാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ സ്വയമായിട്ട് ഈ പറയുന്ന ഓരോ കമ്പനീസിൻ്റെ ഷെയർസൊക്കെ കൂടുതലായിട്ട് വാങ്ങിക്കുകയും അവർ തന്നെ സെല്ല് ചെയ്യുന്ന, അങ്ങനെ ആ ഓരോ കമ്പനിയുടെ സെക്യൂരിറ്റീസിൻ്റെ ഡിമാൻഡ് അവർ കൂട്ടി കാണിച്ച് അതിലൂടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിനാണ് പ്രൈസ് റിഗ്ഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ത്വരിതപ്പെടുത്താൻ സിബി ആവശ്യമായിട്ട് വന്നു. പിന്നെ ഇൻസൈഡർ ട്രേഡിങ്, നമ്മളുടെ ഈ ബ്രോക്കേഴ്സും ഏജൻസും ഇവരൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻ കൊണ്ടുവരാനായിട്ട് ഈ പറയുന്ന നമ്മുടെ ഒരുപാട് പ്രൈസ് സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ അത് ചോർത്തിയെടുത്ത് അതിനെ അഡ്വാൻറ്റേജ് ആക്കി അതിലൂടെ ഒരുപാട് ക്യാപിറ്റൽ ഗെയിൻ ഫോം ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിനെയും റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സിബിയുടെ ആവശ്യം വന്നു. അതുപോലെ നമ്മളുടെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഈ പറയുന്ന സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ ഡീലിങ്സ് സെറ്റിൽ ചെയ്യുന്നത്, ഇതൊക്കെ ഒരുപാട് ഡിലേയ്സ് വന്നിരുന്നു. അപ്പോൾ ആ ഡിലേ ഒക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ട് ഇൻ ടൈം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സിബിയുടെ ആവശ്യം വന്നു. പിന്നെ ലാക്ക് ഓഫ് ഫെയർ ഡീലിങ്സ്, നമ്മളിപ്പം ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സെക്യൂരിറ്റീസ് അതൊരു നല്ല ഫെയർ ഡീലിങ്ങിലല്ല പ്രൊമോട്ടേഴ്സ് അവർക്ക് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഫെയർ ഡീലിങ്ങിലൂടെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സിബിയുടെ സഹായം വേണ്ടി വന്നു. പിന്നെ നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവർക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മുടെ സിബി വന്നുകൊണ്ട് എന്ത് ചെയ്തു, കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനെ കുറച്ചുകൂടി റെഗുലേറ്റ് ചെയ്ത് അവരിലൂടെ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോം ചെയ്തു. പിന്നെ ലാക്ക് ഓഫ് കൺട്രോൾ ഓവർ ബ്രോക്കേഴ്സ്, ഈ പറയുന്ന സെക്യൂരിറ്റി മാർക്കറ്റിൽ ബ്രോക്കേഴ്സ് വന്ന് ഒരുപാട് അവരുടേതായിട്ടുള്ള രീതിയിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തത് സിബി വന്നതോടുകൂടി ഫുൾ കൺട്രോളായി. അങ്ങനെ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡിൽ ഇല്ലാതെ ബിഹേവ് ചെയ്യുന്ന ബ്രോക്കേഴ്സിനെ ഒന്നും നമ്മളുടെ സിബി എൻ്റർടൈൻ ചെയ്തിരുന്നില്ല. അപ്പം അതുമാത്രമല്ല, സിബി പല പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നു. അതിലൂടെ നമുക്ക് നമ്മളുടെ ഈ ഒരു സെക്യൂരിറ്റി മാർക്കറ്റിലെ എല്ലാ ട്രേഡിംഗ് ആക്ടിവിറ്റിയും ട്രാൻസ്പെറൻ്റായി,
കമ്പ്യൂട്ടറൈസേഷൻ ആയി. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻസൈഡ് ട്രേഡിംഗ് വന്നാൽ അത് നിയമപരമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മളുടെ ഓരോ കമ്പനിയുടെയും ക്യാപിറ്റൽ അഡിക്വസി കുറേ കൂടി ബെറ്ററായിട്ട് ഹെൽത്തി ആയിട്ട് ഇൻക്രീസ് ചെയ്യാനും, അതുപോലെ ഫോർവേഡ് ട്രേഡിങ്ങിന് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പുതിയ ഭേദഗതികൾ സിബി ഫോം ചെയ്തു. നമ്മുടെ സിബിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമുക്ക് നമ്മളുടെ ഈ സെക്യൂരിറ്റി മാർക്കറ്റ് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് സിബി വന്നത്. അതിൽ മെയിനായിട്ടും നമ്മളുടെ ഇൻവെസ്റ്റേഴ്സാണ് കൂടുതൽ ബെനിഫിറ്റഡ് ആയത്. അതിൽ മെയിനായിട്ട് വരുന്ന ഫങ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കമ്പനീസിൽ ബോർഡ് മെമ്പേഴ്സിനെ കൊണ്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കുക, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സേഫ് ഗാർഡ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സിബി ഫോം ചെയ്തു. അതാണ് ആദ്യത്തെ ഫങ്ഷൻ പറയുന്നത്. നമ്മുടെ ഈ സിബിയുടെ മറ്റുള്ള ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ, നമ്മളുടെ ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിസിനസ്സിനെ മൊത്തത്തിൽ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫങ്ഷൻ. പിന്നെ നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിസിനസ്സിൽ വരുന്ന സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, സബ് ബ്രോക്കേഴ്സ്, ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സ്, മെർച്ചൻറ്റ് ബാങ്കേഴ്സ്, അണ്ടർ റൈറ്റേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് അങ്ങനെയുള്ളവരെയൊക്കെ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്ത് റെഗുലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് രജിസ്റ്റർ ഇല്ലാത്ത ഒരാൾക്കും അൺഒഫീഷ്യലായിട്ട് ഇതിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഫോം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഡിപ്പോസിറ്ററീസ്, പാർട്ടിസിപ്പൻസ്, കസ്റ്റോഡിയൻസ് ഓഫ് സെക്യൂരിറ്റീസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി അങ്ങനെയുള്ളവരൊക്കെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ് അതിനൊക്കെ രജിസ്റ്റർ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. പിന്നെ സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസിനെ പ്രൊമോട്ട് ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക. അതുപോലെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് അതൊക്കെ പ്രോഹിബിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് തന്നെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ സെക്യൂരിറ്റി മാർക്കറ്റിനെ കുറിച്ച് അതിനുള്ള ട്രെയിനിങ് അങ്ങനെയൊക്കെയുള്ളത് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻസൈഡ് ട്രേഡിങ് പ്രോഹിബിറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്റ്റാൻഷ്യൽ അക്വസിഷൻ ഓഫ് ഷെയർസ്, ടേക്ക് ഓവർ ഓഫ് കമ്പനീസ് അത് റെഗുലേറ്റ് ചെയ്യുക. പിന്നെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, ഇൻസ്പെക്ഷൻ നടത്തുക, അതുപോലെ ഇൻക്വയറീസ് നടത്തുക, ഓഡിറ്റിംഗ്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചുള്ള ഓഡിറ്റിംഗ് ചെയ്യുക, മ്യൂച്വൽ ഫണ്ട് അതുപോലെ മറ്റുള്ള പേഴ്സൺസ് അസോസിയേറ്റഡ് വിത്ത് സെക്യൂരിറ്റി മാർക്കറ്റ്, ഇൻ്റർമീഡിയറ്റ് സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻസ് ഇവരെക്കുറിച്ചൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് വ്യക്തമായ ധാരണ ഫോം ചെയ്യുക. ഇതൊക്കെ നമ്മുടെ സിബിയുടെ ഫങ്ഷൻസ് ആണ്. മറ്റുള്ള ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള ഈ പറയുന്ന സെക്യൂരിറ്റി കോൺട്രാക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഇവർ പെർഫോം ചെയ്യുന്നു സിബി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇതുപോലെ കൺട്രോൾ ചെയ്യാനുള്ള സിബി ആ സെക്യൂരിറ്റി മാർക്കറ്റിൽ എൻട്രിക്കുള്ള ഫീസുകൾ അത് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. പിന്നെ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നു സെക്യൂരിറ്റി മാർക്കറ്റിൽ റിലേറ്റഡ് ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രൈബ് ആയിട്ടുള്ള എല്ലാ ഫങ്ഷൻസും അവർ പെർഫോം ചെയ്യുന്നു. പിന്നെ ഏജൻസീസൊക്കെ ഈ സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏജൻസീസ് ഉണ്ടെങ്കിൽ അവരെ ആവശ്യപ്പെട്ടാൽ അവരെ വിളിച്ചു വരുത്തി അവർ ഈ സിബിയുടെ ബോർഡ് സ്പെസിഫൈ ചെയ്യുന്ന പോലെയുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട് പറയുന്ന ഫങ്ഷൻ. പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന സിബിയുടെ ബോർഡിന് പവറുള്ളത്, ആ പവർ ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും പല കമ്പനീസിൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്, അവരുടെ മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് അത് കറക്റ്റ് ടൈമിൽ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിൽ ആവശ്യപ്പെടാറുണ്ട്. അതുപോലെ തന്നെ പല കമ്പനീസിൻ്റെയും മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഓഫീസേഴ്സിനെ അവരെ വിളിച്ചു വരുത്തി അവരെ അതുപോലെ ഈ പറയുന്ന സെക്യൂരിറ്റി മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ അറ്റൻഡൻസ് നോക്കുക, അവർ ഓത്തെടുത്തിട്ട് അവരെ സത്യവാങ്മൂലം എടുത്ത് അവരുടെ ഭാഗത്തുനിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ കമ്പനീസിൻ്റെ അതുപോലെ സെക്യൂരിറ്റി മാർക്കറ്റിൻ്റെ ആക്ടിവിറ്റീസിൻ്റെ ബുക്സ് ഇൻസ്പെക്റ്റ് ചെയ്യുക, രജിസ്റ്റേഴ്സ് ഇൻസ്പെക്റ്റ് ചെയ്യുക, പല പേഴ്സൺസിൻ്റെയും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്റ്റ് ചെയ്യുക, അതൊക്കെ സിബിയുടെ ഫങ്ഷൻസാണ്. അപ്പം ഈ സിബിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബോർഡിനെ കുറിച്ചാണ് അത് പറയുന്നത്. നെക്സ്റ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സിബി. ഈ സിബിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടൊരു ബോർഡ് ഫോം ചെയ്യുന്നു. അതിൽ 6 മെമ്പേഴ്സാണ്. അതിലൊരു ചെയർമാൻ ഉണ്ടാവും. പിന്നെ നമ്മളുടെ 2 മെമ്പേഴ്സ്, അത് നമ്മളുടെ മിനിസ്ട്രി ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻസ് ആൻഡ് ലോയിലുള്ള 2 മെമ്പേഴ്സ്. പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 മെമ്പർ. പിന്നെ മറ്റ് 2 മെമ്പേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ
അവർ നമ്മളുടെ സെക്യൂരിറ്റി മാർക്കറ്റിലെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്. ഇത്രയും പേര് ചേർന്നതാണ് നമ്മുടെ സിബിയുടെ ഒരു ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സിബിയുടെ ബോർഡ് ഫോം ചെയ്യുന്ന കാര്യം പറഞ്ഞു, അല്ല 6 മെമ്പേഴ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ചെയർമാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ചെയർമാനിന് ശരിക്കും സിബിയുടെ ചെയർമാനിന് ജനറൽ സൂപ്പറിൻറ്റൻഡൻസിൻ്റെ പവറുണ്ട്. അതുപോലെ ഈ പറയുന്ന ബോർഡ് ആൻഡ് അഫയേഴ്സിൻ്റെ ഡയറക്ഷൻ്റെ പവറുണ്ട്. ഓക്കെ, പിന്നെ മറ്റുള്ള എല്ലാ പവേഴ്സും ഇവർക്കുണ്ടാവും. പിന്നെ ഈ പറയുന്ന പോലെ ചെയർമാനും മറ്റുള്ള 2 മെമ്പേഴ്സിനും ഈ പറയുന്ന നമ്മുടെ സെക്യൂരിറ്റി മാർക്കറ്റിൽ വരുന്ന പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, കപ്പാസിറ്റി ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് അതിനുള്ള സ്പെഷ്യൽ നോളേജ് പല മേഖലകളിലും, ലോ, ഫിനാൻസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള പല ഡിസിപ്ലിനിലും അവർക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഈ ബോർഡിന് വേണ്ടിയിട്ട് നിയോഗിക്കുന്നത്. സിബിയും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം നോക്കുകയാണെങ്കിൽ, നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് സിബിക്ക് ഗ്രാൻറ്റുകൾ റിസീവ് ചെയ്യുന്നുണ്ട്. ആ അതുമാത്രമല്ല, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ഫീസുകളും ഇവർ ചാർജസും എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ടിനെ നമ്മൾ ഈ രീതിയിൽ ഫീസ്, ചാർജ്, ഗ്രാൻഡൊക്കെ നമ്മൾ ജനറലി പറയുന്നത് ജനറൽ ഫണ്ട് എന്നാണ്. ഈ ജനറൽ ഫണ്ട് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിബി അതിൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഫീസ്, ചാർജ് കാര്യങ്ങളൊക്കെയും ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പറയുന്ന ഫണ്ട് നമ്മുടെ സിബിയുടെ ബോർഡിൻ്റെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാണ്, സാലറീസ് പേ ചെയ്യാനും റെമ്യൂണറേഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട്. ഓക്കെ, സോ നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ പറയുന്ന സിബിയുടെ ബോർഡിനെ ഫുൾ കൺട്രോൾ ചെയ്യാനുള്ള പവറുണ്ട്. ഇപ്പം ആവശ്യം വേണ്ടി വന്നാൽ സെൻട്രൽ ഗവൺമെൻറ് ആ സിബിയുടെ ബോർഡിനെ പിരിച്ചുവിടാനും പുതിയ ബോർഡ് ഫോം ചെയ്യാനുമുള്ള അധികാരമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എപ്പോൾ വേണമെങ്കിൽ സിബിയുടെ ബോർഡിൻ്റെ അടുത്ത് അതിൻ്റെ റിട്ടേൺസും റിപ്പോർട്ട്സൊക്കെ ആവശ്യപ്പെടാം. അതുപോലെ തന്നെ നല്ല രീതിയിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും സിബിയുടെ ബോർഡിന് ആവശ്യമായിട്ട് വരുന്ന ഗൈഡ് ലൈൻസും റെഗുലേഷൻസ് ആൻഡ് റൂൾസും ഒക്കെ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സിബിയുടെ സെൻട്രൽ ഗവൺമെൻറ് ആയിട്ടുള്ള ബന്ധം വരുന്നത്.